എത്ര ശ്രദ്ധിച്ചുണ്ടാക്കിയാലും മിക്കപ്പോഴും എല്ലാവരുടെയും വീട്ടിൽ ബാക്കിയായിട്ട് കുറച്ച് ചോറെങ്കിലും ഉണ്ടാകും. ഇങ്ങനെ വരുന്ന ചോറ് നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ വെക്കും. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച ചോറ് രണ്ടാമത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയായിരിക്കും. അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് അളവാണ്. ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ബാക്കിയായിട്ട് വന്ന ചോറ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് എടുത്തിരിക്കുന്നതാണ്. ഇത് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കടലപ്പൊടിയാണ്. നല്ലൊരു ബൈൻഡിങ് കിട്ടാനും അതുപോലെ തന്നെ രുചി കൂടാനും ഈ ഒരു കടലപ്പൊടി സഹായിക്കും. ഞാനിവിടെ 1/4 കപ്പ് അളവ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബൈൻഡിങ്ങിനായിട്ട് 1/4 കപ്പ് അളവ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റവയ്ക്ക് പകരം നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പലഹാരം റവ ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി പോകുന്നത് തൈരാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1/4 കപ്പ് അളവ് തൈരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 1/4 കപ്പ് അളവ് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കൂട്ടൊന്ന് കട്ടിയായി തോന്നിയത് കൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1/2 കപ്പ് അളവ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു അല്പം തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചോറിലെ പറ്റിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടുണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകം മുഴുവനായിട്ടുള്ളതും ചേർത്ത് കൊടുത്താൽ മതി. നല്ല ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചോറ് തയ്യാറാക്കിയപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. എന്നാൽ ചിലവർ ഉപ്പ് ഇട്ടിട്ടാണ് ചോറ് വാർത്തെടുക്കാറ്. അങ്ങനെ ചെയ്യുന്നവർ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്താൽ പാകത്തിനായിരിക്കും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെയും പകുതി അളവ് കായത്തിൻ്റെ പൊടി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുപോലെ തന്നെ നന്നായിട്ട് എയർ കയറാനും ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ സഹായിക്കും. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ കൂട്ട് കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടും. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്തോളൂ. എങ്കിൽ മാത്രമേ നല്ല പോലെ അതൊന്ന് പതഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂട്ട് കാണുമ്പോൾ മനസ്സിലാകും അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. തൈരും ബേക്കിംഗ് സോഡയും റിയാക്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിന് നമ്മളുടെ കൂട്ട് തയ്യാറായി കിട്ടും. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ഞാനിവിടെ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എണ്ണ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് നേരം കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത്. അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ല പോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. എൻ്റെ പാത്രം ഒരല്പം കട്ടിയുള്ളതായതുകൊണ്ട് ഏകദേശം 20 മിനിറ്റോളം തന്നെ ഞാനിവിടെ ആവി കയറ്റി എടുത്തിരുന്നു. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്.
അതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടി വെക്കണം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ പലഹാരം ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിപ്പോൾ മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, നല്ല രുചിയൊക്കെയാണ്. ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഇതൊരു മസാല കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്ത എള്ള് ഇല്ലാന്നുണ്ടെങ്കിൽ കറുത്ത എള്ള് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എള്ള് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ ദാ എള്ളും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു എണ്ണയും മസാലയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ രുചി നല്ലപോലെ കൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാഗി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിൽ മാഗി മസാലയാണ് ചേർത്തത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു മസാല കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ മസാലയോ ചേർത്ത് കൊടുത്തിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു മസാല കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടി വരുന്നത്. അപ്പോൾ അതാ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ തന്നെ സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മസാല കൂടെ വരുമ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ രുചി ശരിക്കും ഇരട്ടിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയായി വന്ന ചോറും കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്ത് കുറച്ച് എണ്ണയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഈവനിങ് സ്നാക്ക് ആയാലും കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇത് കഴിക്കുമ്പോൾ ഇത് ചോറ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയതെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല. അത്രയ്ക്ക് രുചിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.